ഗസയിൽ നിന്നുള്ള വാർത്തകളിലേക്കാണ് ആദ്യം. പലസ്തീനിലെ വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഗസയിലേക്കുള്ള മുഴുവൻ അതിർത്തികളും അടച്ചിടാനാണ് ഇസ്രായേലിന്റെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പട്ടിണി തുടരുന്ന ഗസയിലേക്കുള്ള സഹായ വിതരണവും ഇസ്രായേൽ തടഞ്ഞിരിക്കുകയാണ്. തെക്കൻ ഗസയ്ക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നു. 15 പേരാണ് ഇന്ന് ഗസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ 8 നാൾ പിന്നിടുമ്പോൾ 51 പലസ്തീനികളെയാണ് ഇസ്രായേൽ വധിച്ചത്. സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയതിന്റെ തിരിച്ചടിയാണെന്ന ഇസ്രായേൽ വാദം അടിസ്ഥാനരഹിതമാണെന്ന് ഹമാസ് വ്യക്തമാക്കി. ഗസയിൽ ഇസ്രായേൽ കൂട്ടക്കൊല തുടരുമ്പോഴും ഹമാസിന് ഭീഷണിയുമായി അമേരിക്കയും രംഗത്തെത്തി. MC നാസർ ചേരുന്നുണ്ട്. നാസർ, ഗസയ്ക്ക് നേരെ വ്യോമാക്രമണം ഇപ്പോഴും നടത്തുന്നു. 15 പേർ ഇപ്പോൾ കൊല്ലപ്പെട്ട സാഹചര്യം. 50-ലധികം ആളുകൾ ഈ വെടിനിർത്തൽ കരാറിന് ശേഷം കൊല്ലപ്പെടുന്നു എന്നത് ഹമാസിന്റെ തലയിലേക്ക് ഈ കാര്യങ്ങൾ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ കരാർ ലംഘിക്കുക എന്നതിനപ്പുറം വംശഹത്യ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞിരുന്ന വാക്കുകളിൽ ഒന്നുപോലും പാലിക്കപ്പെടുന്നില്ല. ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ അവർക്ക് നിഷേധിക്കപ്പെടുന്നു വീണ്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഗസയിലെ ഇപ്പോഴത്തെ അവസ്ഥ? ദിവസങ്ങൾ നീണ്ട ചർച്ചയിലൂടെ രൂപപ്പെടുത്തി 9 ദിവസം മുമ്പ് പ്രാബല്യത്തിൽ വന്ന ഈ വെടിനിർത്തൽ കരാർ എന്നത് ഈ ബന്ദികളെ പൂർണ്ണമായും സുരക്ഷിതമായിട്ട് ഇസ്രായേലിൽ എത്തിക്കാനുള്ള അമേരിക്കയുമായി ചേർന്നുള്ള ഒരു ആസൂത്രിത പദ്ധതിയാണോ എന്ന ആ ഒരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കാരണം പിന്നിട്ട് ദിവസങ്ങളിലൊക്കെ ഏതായാലും 47 തവണയാണ് ഈ വെടിനിർത്തൽ ആസൂത്രിതമായി തന്നെ ലംഘിക്കാൻ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടായത്. ഇന്നിപ്പോൾ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളാണ് കാൻയൂനിസിലും റഫയിലും അതോടൊപ്പം തന്നെ ഗസ സിറ്റിക്കു നേരെയും ഉണ്ടായിരിക്കുന്നത്. 20 വ്യോമാക്രമണങ്ങൾ ഇതുവരെ നടന്നതായിട്ടാണ് ഇന്നത്തെ ഏറ്റവും അവസാനം ലഭ്യമാകുന്ന വിവരങ്ങൾ. 15 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇപ്പോൾ അല്പം മുമ്പാണ് ഇസ്രായേൽ ഇന്ന് രാവിലെ 2 തങ്ങളുടെ സൈനികർ കൊല്ലപ്പെട്ടതായും ഒരു സൈനികന് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റതായിട്ടുമുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തരമൊരു ആക്രമണത്തിന് പിന്നിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദങ്ങളും ഇത്തരം കാര്യങ്ങളും ഉയർത്തിക്കാട്ടി ഈ കരാറിനെ അട്ടിമറിക്കാനുള്ള ഒരു ആസൂത്രിത നീക്കമാണ് ഇസ്രായേൽ തുടരുന്നത്. അല്ലാതെ വെടിനിർത്തൽ ലംഘിക്കാൻ തങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കവും ഉണ്ടായിട്ടില്ല എന്നാണ് ഹമാസ് അല്പം മുമ്പ് പുറത്തിറക്കിയിരിക്കുന്ന പത്ര പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ അടിയന്തരമായി തന്നെയാണ് എല്ലാ അതിർത്തികളും അടച്ചിടാനുള്ള ഒരു തീരുമാനം ഇന്ന് വൈകിട്ട് ഇസ്രായേൽ മന്ത്രിസഭാ യോഗം പ്രധാനമായിട്ടും പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ കൈക്കൊണ്ടിരിക്കുന്നത്. ഗസയിലേക്കുള്ള എല്ലാ സഹായ വിതരണവും നിർത്തിവെക്കാനുള്ള ഒരു ഉത്തരവും ഇന്ന് നെതന്യാഹു പുറത്തിറക്കിയിട്ടുണ്ട്. കാരണം നമുക്കറിയാൻ സാധിക്കും, 2 കൊല്ലമായിട്ട് അതിദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലൂടെ പോകുന്ന സാധാരണ മനുഷ്യർക്ക് എത്തിക്കൊണ്ടിരുന്ന ഭക്ഷണവും വെള്ളവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും പൂർണ്ണമായിട്ടും നിലയ്ക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും ഹമാസിനെ ഇല്ലാതാക്കുക ഇല്ലെങ്കിൽ നിരായുധരാക്കുക എന്നതിന്റെ ലക്ഷ്യമാണ്, ഇല്ലെങ്കിൽ അതിലേക്ക് കടക്കുന്നതിന്റെ മുന്നോടിയായാണ് ഇത് തുടരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ വിലയിരുത്തേണ്ടതുണ്ടോ? കാരണം ഹമാസിന്റെ പേരിലാണ് ഇസ്രായേലിന്റെ ആരോപണങ്ങൾ മുഴുവൻ വരുന്നത്. അമേരിക്കയാണെങ്കിലും ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഹമാസ് അവിടെ ഒതുങ്ങുക ഇല്ലെങ്കിൽ ഹമാസിനെ ഒതുക്കുക എന്നത് മാത്രമാണ്. ഇപ്പോൾ ഗസയിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് ഹമാസ് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി അതായിരിക്കുമോ ഉദ്ദേശിക്കുന്നത്? തന്നെ ഇതാണ് വലിയൊരു ആശങ്കയായിട്ട് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലിനെയും അലട്ടുന്നത്. കാരണം 20 ദിന പദ്ധതിയിൽ അമേരിക്കയും ഇസ്രായേലും പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരുന്നത് ഹമാസിന്റെ നിരായുധീകരണം, എല്ലാ ഭരണത്തിൽ നിന്നും മറ്റ് സ്വാധീന കേന്ദ്രങ്ങളിൽ നിന്നൊക്കെയും ഹമാസിനെ മാറ്റുക എന്നതായിരുന്നു. പക്ഷേ ഈ യുദ്ധാനന്തരം എന്ന് പോലും പറയാനാവില്ല. ഈ വെടിനിർത്തൽ താൽക്കാലികമായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ പോലും ഹമാസ് വലിയ തോതിൽ പിടിമുറുക്കുന്നതിന്റെ ചിത്രങ്ങളാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ നടുക്കം കൊള്ളിക്കുന്നത്. കാരണം സുരക്ഷാ രംഗത്ത് അതിശക്തമായിട്ടുള്ള ഒരു പിടിമുറുക്കത്തിലേക്ക് ഹമാസ് തിരിച്ചെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് മാത്രമല്ല, ഇസ്രായേൽ നിയോഗിച്ചിരിക്കുന്ന ക്രിമിനൽ സംഘത്തെ അമർച്ച ചെയ്യാനുള്ള അതിശക്തമായിട്ടുള്ള നീക്കങ്ങളും നടപടികളും ഹമാസ് നേതൃത്വം കൈക്കൊണ്ടു. ഇതൊക്കെയാണ് ഇപ്പോൾ വളരെ ഒരു ഭീതിയോടുകൂടി അമേരിക്കയും ഇസ്രായേലും നോക്കിക്കാണുന്നത്. കാരണം ഈ അർത്ഥത്തിലുള്ള ഒരു പദ്ധതിയല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയല്ല ഗസയിൽ നിന്നും അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നത്. ഹമാസ് പൂർണ്ണമായിട്ടും പിൻവാങ്ങുകയും അങ്ങനെ ഒരു ബദൽ സംവിധാനം വിദേശ
വിദേശ രാജ്യങ്ങളുടെ മേൽനോട്ടത്തിൽ കൊണ്ടുവരണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു കെയ്റോയിൽ 20 രാജ്യങ്ങളുടെ ഉച്ചകോടി ചേർന്നതും ആ രാജ്യങ്ങളെ കൊണ്ട് ഈ ഒരു മധ്യസ്ഥ കരാറിൽ മാത്രമല്ല ഒന്നും തന്നെ ഇവിടെ മറ്റൊരു കാര്യം നമുക്കറിയാം, ഈ 20 ഇന പദ്ധതി ട്രംപ് മുന്നോട്ട് വെച്ചപ്പോൾ ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് അതിൽ പ്രതികരിച്ചത്, എത്രത്തോളം ആ കാര്യത്തിൽ പ്രതീക്ഷ പുലർത്തിയിരുന്നു എന്ന് നമുക്കറിയാം. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഈ സമാധാന ചർച്ചയിൽ എത്രത്തോളം താല്പര്യം കാണിച്ചിരുന്നു, ആരൊക്കെ അവിടെ എത്തിയിരുന്നു, എന്തൊക്കെ ചർച്ചകൾ നടന്നു എന്നതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഒന്നും മിണ്ടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആ രാജ്യങ്ങളെല്ലാം തള്ളപ്പെട്ടിരിക്കുന്നു എന്നതുകൂടിയാണ്. അത് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ആ രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഇനി എന്ത് തരം ഇടപെടലുകൾ മാനുഷികമായിട്ടെങ്കിലും അവർക്ക് ഭക്ഷണം ലഭിക്കുന്ന കാര്യത്തിലെങ്കിലും എങ്ങനെ ഇടപെടാൻ സാധിക്കും ലോകരാജ്യങ്ങൾക്ക് എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥ. കാരണം ഗസയിൽ എത്രയും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ, പട്ടിണി ഒരു വലിയ യാഥാർത്ഥ്യമായിട്ട് UN പോലും അംഗീകരിച്ചിരിക്കുന്ന അവസ്ഥ, ആശുപത്രികൾ പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ട അവസ്ഥ, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന ജീവന ഉപാധികൾ പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുന്ന ഒരവസ്ഥ. ഇതിനെ മറികടക്കാൻ ആ ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ വിലക്കുകളില്ലാതെ സഹായം ലഭ്യമാക്കുമെന്ന കരാറിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ബന്ദികളുടെ തടവുകാരുടെ പലസ്തീൻ തടവുകാരുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുന്നത്. 360 തടവുകാരുടെ മൃതദേഹങ്ങൾ കൈമാറുമെന്നാണ് കരാറിലുള്ളത്. അതിൽ 140ഓളം മൃതദേഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. അതുപോലും അതിൽ 25 മൃതദേഹങ്ങൾ മാത്രമാണ് തിരിച്ചറിയാൻ പോലും സാധിച്ചിരിക്കുന്നത്. അത്രയും തീക്ഷ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ഫലസ്തീൻ ജനത മുന്നോട്ട് പോകുന്ന അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ, കുടിവെള്ളവും മറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്താനുള്ള ഒരു നീക്കവും നടക്കുന്നില്ല. അത് വൻശക്തി രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് ഈ കരാർ രൂപപ്പെടുത്തിയതെങ്കിൽ അവർക്കതിൽ സ്വാഭാവികമായിട്ടും ഒരു ബാധ്യതയുണ്ട്, ഒരു ധാർമ്മികവും നിയമപരവുമായിട്ടുള്ള ബാധ്യതയുണ്ട്. പക്ഷെ അത് നിർവഹിക്കാനുള്ള ഒരു നീക്കവും നടത്തുന്നില്ല. നേരെ മറിച്ച് 47 തവണ ഈ വെടിനിർത്തൽ ലംഘിക്കുകയും അതിശക്തമായിട്ടുള്ള ആക്രമണം ഈ ജനതയ്ക്ക് നേരെ തുടരുകയും ചെയ്യുന്ന ഇസ്രായേലിനെ അമർച്ച ചെയ്യാനോ ഇസ്രായേലിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ഉള്ള നീക്കങ്ങൾ നടക്കുന്നില്ല. ഇപ്പോൾ പോലും സ്റ്റീവ് വിറ്റ്കോഫും ജറദ് കുഷ്ണറും ഉൾപ്പെടെയുള്ള അമേരിക്കൻ പ്രതിനിധികൾ പോലും വ്യക്തമാക്കുന്നത് ഹമാസ് നിരന്തരമായിട്ട് ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതെന്നാണ്. ഇപ്പോൾ 16 മൃതദേഹങ്ങൾ മാത്രമാണ് ഇനി ഹമാസ് വിട്ടുകൊടുക്കാനുള്ളത്. അത് കണ്ടെത്തുക എന്ന ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. അതിന് സമയമെടുക്കുമെന്ന് ട്രംപ് പോലും വ്യക്തമാക്കിയതാണ്. എങ്കിൽ പോലും ഇന്നൊരു മൃതദേഹം കൂടി കൈമാറും, ഇന്നലെ 2 കൈമാറിയിരുന്നു എന്ന് ഹമാസ് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ വെടിനിർത്തൽ മുന്നോട്ട് പോകണമെന്ന് ഫലസ്തീൻ ജനത ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനെ ഒരു നിലക്കും അനുവദിക്കുകയില്ല. തങ്ങളുടേതായിട്ടുള്ള ആസൂത്രിത താല്പര്യങ്ങൾ, ഈ ഗസയിൽ നിന്ന് ഈ ജനതയെ പുറന്തള്ളുക എന്നത് ഉൾപ്പെടെയുള്ള അതായത് ഇപ്പൊ തന്നെ ഇപ്പൊ ഈ 9 ദിവസത്തിൽ തന്നെ വീണ്ടും 51 പേരോളം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിൽ വേറൊരു രീതിയിലുള്ള പ്രതികരണങ്ങളോ ആലോചനകളോ ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു ഭീതിപ്പെടുത്തുന്ന കാര്യമാണ്. ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതി ഇങ്ങനെയായിരുന്നു അവസാനിക്കുക. അതായത് അന്ന് പ്രതീക്ഷ പുലർത്തിയിരുന്ന ആളുകൾ, നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു പ്രതീക്ഷയും തരാത്ത രീതിയിൽ വീണ്ടും ആ ആക്രമണം തുടരുന്നു, വംശഹത്യ തുടരുന്നു എന്നുള്ളത്, അതും പട്ടിണിക്കിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്, അത് സഹിക്കാവുന്നതിലും അപ്പുറത്തേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നതിന്റെ ലക്ഷണം കൂടിയാണ്. അത് ഹമാസിന്റെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ളത്. അത് ഏത് തരത്തിലായിരിക്കും അതിൽ കൃത്യമായിട്ട് ഇപ്പം ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട്. കാരണം ട്രംപ് മുൻകൈയെടുത്തിരിക്കുന്ന കാര്യമാണ്. അതെങ്ങനെ അവസാനിക്കും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അതിൽ ആരൊക്കെ ഇടപെടും, ഇനിയൊരു ഇടപെടൽ ഉണ്ടാകുമോ, ചർച്ച ഉണ്ടാകുമോ എന്നതുകൂടി ലോകം നോക്കി നിൽക്കുകയാണ്. നന്ദി MCA വിവരങ്ങൾക്ക്. പശ്ചിമേഷ്യയിലെ ശാശ്വത സമാധാനത്തിന് മേഖല ആണവവിമുക്തമാകണമെന്ന് ഖത്തർ. UN പൊതുസഭയിലെ ഫസ് കമ്മിറ്റി ചർച്ചയിൽ ഖത്തർ പ്രതിനിധി ഖാലിദ് ഇബ്രാഹിം അൽ മൻസൂരിയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. അന്താരാഷ്ട്ര തലത്തിൽ ആണവ നിരായുധീകരണ ശ്രമങ്ങൾ കൂടുതൽ ശക്തമായി നടക്കേണ്ടതുണ്ട്. സംഘർഷങ്ങളെ ആണവായുധങ്ങൾ സങ്കീർണമാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗസയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളും അതായിരുന്നു. അത്രയും കാര്യം, അതായത് ഇത്രയുമാണ് യുദ്ധവുമായി അല്ലെങ്കിൽ ഗസയെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇസ്രായേലൊക്കെ ഇപ്പോഴും വലിയ പ്രതിഷേധങ്ങളൊക്കെ പലയിടങ്ങളിലും സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഗസയുടെ കാര്യത്തിൽ മറ്റൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഡ്രോൺ ആക്രമണത്തിൽ മനുഷ്യർക്ക് ജീവൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു ഗൾഫ് വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരുപാട് അറിയിപ്പുകളുണ്ട്, പ്രവാസികൾ അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിനപ്പുറം ചില
കാഴ്ചകൾ കൂടിയുണ്ട്. എന്തായാലും ദുബായിൽ സ്പീഡ് ഡെലിവറി ബൈക്കുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സൗദിയിൽ വാടക നിരോധന നിയമം ലംഘിച്ചവർക്കെതിരെ കനത്ത പിഴ ഈടാക്കിയിട്ടുണ്ട്. മറ്റൊരു സുപ്രധാന വാർത്ത എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ സമാധാനം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. നമുക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ദുബൈയിൽ നിന്ന് ഷിനോ ഷംസുദ്ദീൻ ഉണ്ട്, സൗദിയിൽ നിന്ന് അഫ്താബ് റഹ്മാൻ ഉണ്ട്, ഖത്തറിൽ നിന്ന് അബ്ബാസ് മുഹമ്മദും നമ്മളോടൊപ്പം ചേരുന്നു. ആദ്യം നമ്മൾ ദുബൈയിലെ റോഡുകളിൽ ഇല്ലെങ്കിൽ ആ സ്പീഡ് ലൈനിൽ എന്താണ് ഡെലിവറി ബൈക്കുകൾക്ക് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് വിലക്ക് ഏർപ്പെടുത്തിയത് എന്ന് പരിശോധിക്കാം. നവംബർ 1 മുതലാണ് ഈ നിരോധനം നിലവിൽ വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ദുബായ് പോലീസുമാണ് ഈ പുതിയ നിയമം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഷിനോ ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, എന്തുകൊണ്ട് ഈ നിയമത്തിലേക്ക് കടന്നിരിക്കുന്നു, എന്തൊക്കെയാണ് പാലിക്കേണ്ട കാര്യങ്ങൾ? ധന്യ, കോവിഡിന് ശേഷം ദുബൈയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഈ ഡെലിവറി മേഖലയിൽ ഉണ്ടായത്. ഈ മേഖലയിലേക്ക് കൂടുതൽ കമ്പനികൾ കടന്നു വരുന്നു. കഴിഞ്ഞ ആഴ്ച തന്നെ കീറ്റ എന്ന് പറയുന്ന ചൈന കമ്പനി കടന്നു വന്നു. ആയിരക്കണക്കിന് ബൈക്കുകളാണ് ഓരോ നിമിഷവും ദുബൈയിലെ റോഡുകളിലൂടെ ഇത്തരത്തിൽ ഫുഡ് ഡെലിവറിയുമായി കടന്നു പോകുന്നത്. ഇവയുടെ അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനം ദുബായ് സർക്കാർ എടുത്തിരിക്കുന്നത്. നേരത്തെ 2021 മുതൽ അബുദാബിയിലും അജ്മാനിലും ദുബൈയിലും ഇത്തരം നിയന്ത്രണങ്ങളുണ്ടെങ്കിലും ഇന്ന് കൃത്യമായി ഏതൊക്കെ ലൈനിലാണ് ഡെലിവറി ബൈക്കുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുക എന്ന് ദുബായ് വ്യക്തമാക്കിയിരിക്കുന്നു. 5 ലൈനുകളുള്ള ഒരു റോഡിൽ ഇടതുവശത്തെ 2 ലൈനുകളിൽ ഡെലിവറി ബൈക്കുകൾ ഓടിക്കാൻ പാടില്ല എന്നാണ് പുതിയ നിയമം പറയുന്നത്. അതേപോലെ തന്നെ 4ഉം 3ഉം ലൈനുകളുള്ള റോഡിൽ 4ാമത്തെ ഇടതുവശത്തോട് ചേർന്ന ഏറ്റവും അവസാനത്തെ ലൈനിൽ ഡെലിവറി ബൈക്കുകൾ കടക്കാൻ പാടില്ല. പക്ഷേ 2 ലൈനുള്ള റോഡിലാണെങ്കിൽ ഈ 2 ലൈനുകളും ഈ ഡെലിവറി ബൈക്കുകൾക്ക് ഉപയോഗിക്കാമെന്നാണ് RTA വ്യക്തമാക്കിയിരിക്കുന്നത്. നവംബർ 1 മുതലാണ് ഈ നിയന്ത്രണം നിലവിൽ വരുന്നത്. ഈ വർഷം തന്നെ 76,000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡെലിവറി ബൈക്കുകളുടെ പേരിൽ. അതേപോലെ തന്നെ 965-ലേറെ അപകടങ്ങൾ ഡെലിവറി ബൈക്കുകൾ ഈ വർഷം മാത്രം ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ദുബായ് പോലീസിന്റെ കണക്കുകൾ. ഈ സാഹചര്യത്തിലാണ് വലിയ വേഗതയിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിന്റെ ഇടതുവശത്തെ സ്പീഡ് ലൈനുകളിലേക്ക് ഡെലിവറി ബൈക്കുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ധന്യ. ശരി ഷിനോജ്, സൗദിയിൽ വാടക കാര്യത്തിൽ വന്നിരിക്കുന്ന മാറ്റം നമുക്കറിയാം. 2 ആഴ്ച മുൻപാണ് അത് പ്രായോഗികമായി നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ സൗദിയിലെ ഈ റിയാദിൽ വാടക വർധന നിരോധിച്ച നിയമം ലംഘിച്ചതിനാണ് 18 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കിയിരിക്കുന്നത്. 268 പരാതികൾ ലഭിച്ചതിൽ 250 പരാതികളിലും തെളിവ് പരിശോധിക്കുന്നതായി റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി അറിയിക്കുന്നുണ്ട്. അപ്പൊ ഈ നിയമം ലംഘിച്ച് വാടക വർദ്ധിപ്പിക്കുന്നതിലും ഒപ്പം തന്നെ ഈ കെട്ടിടത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുക, ഇതിനെതിരെയൊക്കെ നടപടിയുണ്ട്. റിയാദിൽ നിന്ന് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, 2 ആഴ്ചയിൽ തന്നെ ഇത്രയധികം കേസുകൾ വന്നു എന്നുള്ളതാണ്. എന്തൊക്കെ വകുപ്പുകളിലാണ് കേസുകൾ വന്നിരിക്കുന്നത്, അതെങ്ങനെയാണ് നിയമപരമായിട്ടത് ഡീൽ ചെയ്യുന്നത്? വിവരങ്ങൾ. കുറക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ സൗദി കിരീടാവകാശിയുടെ നേതൃത്വത്തിൽ റിയാദിൽ വാടക നിരോധന നിയമം കൊണ്ടുവന്നിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നിയമവും ഇതിന്റെ ഭാഗമായിട്ട് ഇറങ്ങുകയും ചെയ്തു. അതായത് 5 വർഷത്തേക്ക് റിയാദിൽ വാടക നിരോധന നിയമം പ്രാബല്യത്തിലുണ്ടാകും എന്ന് മാത്രമല്ല, ഈ കാലയളവിൽ ഒരു നിലക്കുള്ള വാടക വർധനയും അത് വ്യാപാര സ്ഥാപനത്തിലാണെങ്കിലും ഒപ്പം തന്നെ താമസ കെട്ടിടത്തിലാണെങ്കിലും അനുവദിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാമ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കെട്ടിടങ്ങളിൽ താമസിക്കുന്ന ആളുകളെ ഒഴിപ്പിക്കുന്ന പ്രവണതയും നേരത്തെ സജീവമായിരുന്നു. അത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവും ഇതിൽ കൃത്യമായി വ്യക്തമാക്കിയതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഈ നിയമം പ്രാബല്യത്തിൽ വന്ന 15 ദിവസം മുതൽ ഏതാണ്ട് ഇന്നേ ദിവസം വരെ ഏതാണ്ട് 268 വയലേഷനുകൾ, അതായത് 268 പരാതികളാണ് സൗദിയിലെ റിയൽ എസ്റ്റേറ്റ് അതോറിറ്റിക്ക് ലഭിച്ചത്. ഇതിൽ 250 കേസുകളിൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ 18 സ്ഥാപനങ്ങൾക്ക് നിലവിൽ തന്നെ 18 റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് നിലവിൽ തന്നെ നോട്ടീസ് നൽകുകയും അവർക്ക് പിഴ ഈടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം ഈ നിയമം വഴി ഉണ്ടാകും. കാരണം ഏതെങ്കിലും കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വാടകക്കാരെ അനാവശ്യമായി പുറത്താക്കാൻ വാടകക്കാരന് സാധിക്കില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും നിലക്കുള്ള വാടക വർധനയും ഈ നിയമം അനുവദിക്കുന്നില്ല.
ഈ രണ്ട് പ്രധാനപ്പെട്ട നിബന്ധനകളാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിരവധി പേർ ഇപ്പോൾ പരാതിയുമായി അതോറിറ്റിയെ സമീപിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള വയലേഷനുകൾ, പ്രത്യേകിച്ച് വാടക നിരക്ക് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ വാടക കെട്ടിടത്തിൽ നിന്നും ഒഴിയാൻ ആവശ്യപ്പെടുക എന്നുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ അതോറിറ്റിയെ സമീപിക്കാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ തരത്തിലുള്ള പരിശോധനകൾ അതോടൊപ്പം തന്നെ പരാതികൾ സ്വീകരിക്കൽ തുടരുമെന്ന് അതോറിറ്റി അറിയിക്കുന്നു. ഇത് സ്വാഭാവികമായിട്ടും പ്രവാസികൾക്കും സൗദികൾക്കും ഒരുപോലെ തന്നെ പരാതികൾ നൽകുകയും അവർക്ക് പരാതികളുണ്ടെങ്കിൽ അതിൽ പരിഹാരം കാണുകയും ചെയ്യുമെന്ന് അതോറിറ്റി ഇന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. യെസ്, അതാണ് റിയാദിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. വാടക വിഷയത്തിലാണ് കൂടുതൽ കേസുകൾ വരുന്നത്. നിയമം നടപ്പിലാക്കിയിട്ടും ആ നിയമം ലംഘിക്കുന്ന തരത്തിലേക്ക് ആളുകൾ പോകുന്നു, ബിൽഡിംഗ് ഓണേഴ്സ് കടക്കുന്നു എന്നുള്ളതാണ്. അത് അവസാനിപ്പിക്കുക എന്നതാണ് അവിടെ ഗവൺമെന്റ് ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ ഇപ്പോൾ അതിർത്തിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. ഖത്തർ, തുർക്കി രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ദോഹയിലായിരുന്നു ചർച്ച നടന്നത്. ആ ചർച്ചയിലാണ് വെടിനിർത്തലിന് ധാരണയായത്. ഇരു രാജ്യങ്ങളെയും സംബന്ധിച്ച് പ്രതിരോധ മന്ത്രിമാരാണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. അപ്പം ഇത് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ എന്ത് പ്രതീക്ഷയാണ് നൽകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട്. അബ്ബാസ്, ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ്. ആ തീരുമാനം എടുത്തിരിക്കുന്നു. ഇനി എങ്ങനെ അത് തീരുമാനമാക്കും എന്നൊക്കെയാണ് ദോഹയിലെ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ധന്യ, ഈ അഫ്ഗാനിസ്ഥാന്റെയും അതുപോലെ പാകിസ്ഥാന്റെയും അതിർത്തിയുമായി ബന്ധപ്പെട്ട സംഘർഷം അത് കുറച്ച് ഒരാഴ്ചയായി, ഏകദേശം 10 ദിവസമായി സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ആദ്യ ദിവസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ നിർണായകമായ തീരുമാനമുണ്ടായി, അഥവാ വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ദോഹയിൽ 1-ാം ദിനത്തെ ചർച്ചയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടായി. ഈ കരാറിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് അഫ്ഗാന്റെ ഭാഗത്ത് നിന്ന് ഏതൊരു തരത്തിൽ പാകിസ്ഥാനിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന തഹരീക്കെ താലിബാനെ പോലെയുള്ള സംഘടനകളുടെ പ്രവർത്തനത്തിന് ഒരുവിധ സപ്പോർട്ടും പിന്തുണയും കൊടുക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അത് അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കുന്നു. അതുപോലെ അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് മേൽ ഇനി പാകിസ്ഥാൻ ആക്രമണം ഉണ്ടാകില്ല എന്ന് പാകിസ്ഥാനും അംഗീകരിക്കുന്നു. ഇങ്ങനെ പ്രധാനമായ 2 സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. ഇതാണ് ഈ കരാറിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ കരാറിന് പിന്നാലെ ഇനി തുടർ ചർച്ചകൾ കൂടിയുണ്ട്. ഒക്ടോബർ 25-ന് തുർക്കിയിലെ ഇസ്താംബുളിലാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ. ഈ മേഖലയിലെ ശാശ്വതമായ സമാധാനത്തിന് വേണ്ടി, സുസ്ഥിരതയ്ക്കും വേണ്ടി ഒരു നിർണായക ചുവടാണ് ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ഒപ്പുവെച്ച ഈ കരാർ എന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇതിൽ 2 ഭാഗത്തെയും രാജ്യങ്ങളിൽ നിന്ന് പ്രതിരോധ മന്ത്രിമാരാണ് പങ്കെടുത്തത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് മുഹമ്മദ് യാക്കൂബ് മുജാഹിദും അതുപോലെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രതിരോധ മന്ത്രി ഖാജ മുഹമ്മദ് ആസിഫുമാണ് പങ്കെടുത്തത്. ഇവരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളാണ് ദോഹയുടെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിലുള്ള ഡ്യൂറാൻ എന്ന് പറയുന്ന ഒരു അതിർത്തിയുണ്ട്. ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്കമാണ്. അഥവാ ഈ ഡ്യൂറാൻ ലൈൻ ബ്രിട്ടീഷുകാരിൽ നിന്ന് തങ്ങൾ പൈതൃകമായി നേടിയതാണ് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും അഫ്ഗാനിസ്ഥാൻ ഈ അതിർത്തി അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ന് നടത്തിയ ഓൺലൈൻ വാർത്താ സമ്മേളനത്തിൽ കൂടി അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രി യാക്കൂബ് സമാധാനത്തിലേക്കുള്ള വഴിയായി തന്നെയാണ് നോക്കിക്കാണുന്നതും. താങ്ക് യു അബ്ബാസ് അഫ്താബ് ഷിനോജ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുന്നു. അത് സ്വാഗതാർഹമാണെന്നാണ് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലെ സംഘർഷത്തിൽ വെടിനിർത്തൽ ധാരണയ്ക്കായി മധ്യസ്ഥത വഹിച്ച ഖത്തർ, തുർക്കി രാജ്യങ്ങളെ അഭിനന്ദിക്കുന്നതായും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. ഖത്തർ, തുർക്കി രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും പ്രതിനിധികൾ ദോഹയിൽ നടത്തിയ ചർച്ചയിലാണ് ഈ വെടിനിർത്തലിന് ധാരണയായത്. സൗദി നഗരമായ അൽഖാഫ്ജിയിൽ 160 കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ട് അറേബ്യൻ ഗൾഫിൽ ഭൂമികുലുക്കമുണ്ടായതായി ജിയോളജിക്കൽ സർവേ അതോറിറ്റി അറിയിക്കുന്നു. റിക്ടർ സ്കെയിലിൽ 4.34 തീവ്രത രേഖപ്പെടുത്തിയതായും അധികൃതർ വ്യക്തമാക്കി. അപകട സാഹചര്യം ഇല്ല എന്നാണ് അറിയുന്നത്. സൗദിയിലെ കാലാവസ്ഥയിലും ചെറിയ മാറ്റങ്ങളുണ്ട്. ഇന്ന് സൗദിയിൽ 4 ഇടങ്ങളിൽ കനത്തതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. ജിസാൻ, അസീർ, അൽബഹ, മക്ക എന്നിവിടങ്ങളിലാണ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മിന്നൽ പ്രളയത്തിനും സാധ്യതയുള്ളത്. ഈ പ്രദേശങ്ങളിലും രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിലും മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ട്.
ഈവിൾ ഡോൾ കത്തിക്കൽ ചലഞ്ചിനെതിരെ ദുബായ് പോലീസിന്റെ അടിയന്തര മുന്നറിയിപ്പ്. കുട്ടികൾക്കിടയിൽ വൈറലായ ഈ സമൂഹമാധ്യമ ട്രെൻഡ് ഇത് സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ചാണ് താമസക്കാർക്ക്, പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് പോലീസ് മുന്നറിയിപ്പ് നൽകിയത്. റാസൽ ഖൈമയിൽ 7 വയസ്സുകാരിക്ക് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. വീടിനകത്തോ പൊതുസ്ഥലത്തോ പാവകളെ കത്തിക്കുന്നത് വലിയ തീപിടുത്തത്തിന് കാരണമാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. വാർത്തകളിലേക്ക്. കുവൈത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലേക്ക് മാറുന്നു. കൃത്രിമ ബുദ്ധി ആധാരമായ ആപ്ലിക്കേഷനുകൾ റിയൽ എസ്റ്റേറ്റ് ജോലികളുടെ എല്ലാ ഘട്ടങ്ങളിലും ഗുണപരമായ മാറ്റം കൊണ്ടുവരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഭാവിയിലെ വിപണി പ്രവണതകൾ വിശകലനം ചെയ്യാനും നിക്ഷേപ സാധ്യതകൾ തിരിച്ചറിയാനും ഡാറ്റ അടിസ്ഥാനമാക്കിയ വിലയിരുത്തലുകൾ AI വഴി എളുപ്പമായിട്ടുണ്ട്. കുവൈത്തിൽ തെറ്റായ ഓവർടേക്കിംഗിനെതിരെ കർശന നടപടിയുമായി പോലീസ് രംഗത്ത്. കഴിഞ്ഞ ദിവസം നടത്തിയ ട്രാഫിക് നിരീക്ഷണത്തിൽ 578 വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചതായി പൊതുഗതാഗത വകുപ്പ് അറിയിച്ചു. തെറ്റായ ഓവർടേക്കിംഗ്, മനഃപൂർവ്വം ഗതാഗതം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കാൻ കഴിയില്ലെന്നും വാഹനങ്ങൾ പരമാവധി 2 മാസം വരെ പിടിച്ചുവെക്കുമെന്നും സുരക്ഷാ വൃത്തങ്ങൾ വ്യക്തമാക്കി. നിയമലംഘകർക്ക് സഹേൽ ആപ്പ് വഴി മണിക്കൂറുകൾക്കുള്ളിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അശാസ്ത്രീയമായി വാഹനങ്ങളെ മറികടക്കുക, യു-ടേൺ, എക്സിറ്റ് പോയിന്റുകളിൽ ഓവർടേക്കിംഗ് ചെയ്യുക തുടങ്ങിയ നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെയാണ് കടുത്ത നടപടി. തെരുവുകളിലും ട്രാഫിക് സിഗ്നലുകളിലും സ്ഥാപിച്ചിട്ടുള്ള ഓവർഹെഡ് ക്യാമറകൾ, പട്രോളിംഗ് യൂണിറ്റുകൾ, ആധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവ വഴിയാണ് ഗതാഗത ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. തിരക്കേറിയ പ്രദേശങ്ങളിൽ ഡ്രോൺ നിരീക്ഷണവും ഉണ്ടാകും. അതിനിടെ മലയാളികളടക്കം പ്രവാസികളിൽ ചിലർക്ക് ട്രാഫിക് ഫൈൻ അടയ്ക്കാത്തതുമൂലം വിസ പുതുക്കലിനും താൽക്കാലിക റെസിഡൻസ് ലഭ്യതയ്ക്കും തടസ്സം നേരിട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഗതാഗത സുരക്ഷ ഉറപ്പാക്കാൻ വരും ദിവസങ്ങളിലും പരിശോധനകൾ ശക്തമായി തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. പിഴയോ മറ്റ് നിയമ നടപടികളോ നേരിടുന്ന വാഹനങ്ങളെ എളുപ്പത്തിൽ പിടികൂടാൻ ദുബായ് പോലീസ് പുതിയ സംവിധാനമൊരുക്കുന്നു. ദുബായിലെ ഏറ്റവും വലിയ പൊതു പാർക്കിംഗ് സേവനദാതാക്കളായ പാർക്കിംഗുമായി ചേർന്നാണ് പോലീസ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായുള്ള ധാരണാപത്രം ജൈടെക്സ് മേളയിൽ വെച്ച് ഇരു സ്ഥാപനങ്ങളും ഒപ്പുവച്ചു. ഇനി മുതൽ പാർക്കിന്റെ സ്മാർട്ട് പാർക്കിംഗ് സംവിധാനത്തിൽ വാഹനം കയറുമ്പോൾ കുടിശ്ശികയുള്ള പിഴകളോ കണ്ടുകെട്ടാൻ ഉത്തരവിട്ട കേസുകളോ ഉണ്ടെങ്കിൽ പോലീസിന് തത്സമയ വിവരം ലഭിക്കും. താമസവിലാസങ്ങൾ പുതുക്കാത്തതിനെ തുടർന്ന് 546 പേരുടെ അഡ്രസ്സുകൾ റദ്ദാക്കിയതായി കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അറിയിച്ചു. അഡ്രസ്സുകൾ റദ്ദാക്കിയവർ 1 മാസത്തിനകം വിലാസം പുതുക്കുകയോ പിഴ അടയ്ക്കുകയോ വേണമെന്നും അതോറിറ്റി അറിയിച്ചു. കെട്ടിടങ്ങൾ പൊളിച്ചതിനെ തുടർന്നും ഉടമകൾ നൽകിയ വിവരങ്ങൾ അനുസരിച്ചുമാണ് നടപടി. കുവൈത്തിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ പാസ്പോർട്ട് അപേക്ഷകൾ പുതിയ പോർട്ടലിൽ സമർപ്പിക്കണമെന്ന് ഇന്ത്യൻ എംബസി. അപേക്ഷകർ ഗ്ലോബൽ പാസ്പോർട്ട് സേവാ പ്രോഗ്രാം പോർട്ടൽ വഴിയാണ് അപേക്ഷ പൂരിപ്പിക്കേണ്ടത്. കുവൈറ്റ് സിറ്റി, ഫഖാഹിൽ, ജലീബ്, ജെറ എന്നിവിടങ്ങളിലെ ഇന്ത്യൻ കോൺസുലർ അപേക്ഷാ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം മുതൽ പുതിയ പോർട്ടൽ സജീവമാണ്. പാസ്പോർട്ട് ഫോട്ടോകൾ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും എംബസി വ്യക്തമാക്കി. ബഹ്റൈനിലെ പ്രവാസികൾക്ക് കാൽപന്ത് പോരാട്ടത്തിന്റെ കളിയാരവും ആവേശവും സമ്മാനിച്ച് മീഡിയ 1 സൂപ്പർ കപ്പ് സോക്കർ ഫെസ്റ്റിവൽ സീസൺ 2. വീറും വാശിയും നിറഞ്ഞ മത്സരങ്ങൾ നടന്ന അൽ അലി ക്ലബ് ഗ്രൗണ്ടിലേക്ക് 2 ദിനങ്ങളിലായി വൻ ജനാവലിയാണ് ഒഴുകിയെത്തിയത്. കളി കാണാനെത്തിയവരുടെ പ്രതികരണങ്ങൾ കാണാം. മീഡിയ 1 സൂപ്പർ കപ്പ് സോക്കർ ഫെസ്റ്റിവലിൻ്റെ 2ാം സീസൺ മത്സരങ്ങൾ നടക്കുന്ന ബഹ്റൈനിലെ അൽ അഹ്ലി ക്ലബ് ഗ്രൗണ്ടിലാണുള്ളത്. ആവേശകരമായ ജനപങ്കാളിത്തത്തോടെയാണ് വിപുലമായ രീതിയിൽ മത്സരങ്ങൾ ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടത്. ബഹ്റൈൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വൻ ജനാവലിയാണ് മത്സരങ്ങൾ കാണാനായി എത്തിച്ചേർന്നത്. മാത്രമല്ല, ബഹ്റൈനിൽ നടക്കുന്ന പ്രവാസി ടൂർണമെൻറ്റുകളുടെ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിപുലമായ ജനാവലി ഇന്ന് പങ്കെടുത്തു. സൂപ്പർ താരങ്ങളടക്കം, ഇന്ത്യൻ താരങ്ങളടക്കം പങ്കെടുത്ത മത്സരങ്ങൾ കുടുംബസമേതമാണ് ആളുകൾ കാണാനെത്തിയത്. ഇതിൻ്റെ ആവേശകരമായ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. കളി നടത്താൻ മീഡിയ 1 കൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. മീഡിയ 1 കളിക്ക് എത്ര ആളുകൾ ഇവിടെ വരാറുള്ളൂ. നല്ല കളിയാണ്. ഫസ്റ്റ് കളി സൂപ്പർ കളിയായിരുന്നു. നല്ല ക്രൗഡിൻ്റെ കൂടെ നല്ല പൊളിയാണ്. കാരണം കൂടുതൽ നല്ല ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. സംഭവം നല്ല കാണികളുണ്ട്. അത്യാവശ്യം നല്ല സെറ്റപ്പ് കളിയാണ്. മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു. നല്ല ആവേശമുണ്ട്. നല്ല കാണികൾ. ഭയങ്കര ക്രൗഡ് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ നോർമലി നമ്മൾ കളി കാണാൻ വരുന്നുണ്ടെങ്കിലും ഇത്രയും ക്രൗഡ് നമ്മൾ ഇതുവരെ കണ്ടില്ല. ഭയങ്കര ക്രൗഡ്, ആവേശം, പൊളി. അതന്നെ അത്ര തന്നെ പറയുള്ളൂ. ഇപ്പോൾ നമ്മൾ എത്ര കാലമായിട്ട് ഇവിടെ കളിക്കുന്നതാ, ഇത്ര ഒരു ജനം ഇവിടെ നിറഞ്ഞതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇത്ര ഫുള്ളായിട്ട്. ഒരു ലൈന് ഉണ്ടാവും ചിലപ്പോൾ, പക്ഷെ ഇതിപ്പോൾ കാണാൻ മുന്നിലുള്ള ആൾക്കാരെ തള്ളിയിട്ട് കാണേണ്ട അവസ്ഥയാണ്. അങ്ങനെ കാണാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് കളി കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല, ഒരു മൂലമൊന്നും കാണുന്നില്ല.
ആൾക്കാർ മുഴുവൻ ഗ്രൗണ്ടിൽ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തലക്കൊക്കെ പോകുന്നത് കാണാൻ. ഞാനിവിടെ ഒരു കളി ഒഴിവാക്കാറില്ല, എല്ലാ കളിയും ഇവിടെ വന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് ഏറ്റവും കൂടുതൽ ക്രൗഡ് ഇന്നാണ് ആദ്യമായിട്ട് ഇവിടെ കാണുന്നത്. എന്തായാലും വളരെ നല്ലൊരു സംഭവമാണ്. നിങ്ങൾ ഫുൾ ഗ്രൗണ്ട് എടുത്തുകൊണ്ടാണ് ഇത്രയും സൗകര്യം ജനങ്ങളെ കാണാൻ. ഇപ്പോൾ ഞാൻ പുറത്തേക്ക് എനിക്ക് കാണാൻ പറ്റുന്നില്ല. സൂപ്പറായിരുന്നു. കഴിഞ്ഞ വർഷം കണ്ടതിൻ്റെ ഇതിലായി കൊല്ലം വന്നത് ഭയങ്കര ജനാവലിയാണ്. ഇവിടുത്തെ ഇതിപ്പോൾ ഞങ്ങളുടെ സ്ഥലം പോലും കിട്ടിയിരുന്നില്ല. ഇപ്പോഴാണ് പക്ഷേ ഇത് ക്ലിയർ ആയത് ഇവിടെ. ഇതിനെക്കുറിച്ച് നമ്മൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ 2ാം തവണയല്ലേ മീഡിയ വണ്ണിൻ്റെ. ഈ ക്രൗഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ അഭിപ്രായത്തിൽ ബഹ്റൈനിൽ ഇങ്ങനൊരു ടൂർണമെൻറ്റ് ഇതിനു മുമ്പ് നടന്നിട്ടില്ല, ഇത്രയും ക്രൗഡോട് കൂടിയിട്ടില്ല. കാരണം അത്യാവശ്യം കളിക്കുന്ന 8 നല്ല അറിയപ്പെടുന്ന ക്ലബ്ബ് കളിക്കുന്ന പ്ലേയേഴ്സാണ്. അതുമല്ല ഇന്ത്യൻ പ്ലെയർ സ്വയർ വന്ന് കളിച്ചു പോയി. അതുപോലെ സമാൻ ഗോകുലത്തിൻ്റെ യുവ കേരളക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. നല്ല ടൂർണമെൻറ്റ്, ഒന്നും പറയാനില്ല, ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഉഷാറാണ്. മീഡിയ വൺ ഇപ്പോൾ കളി നടത്തുമ്പോഴും വളരെ ഉഷാറായിരുന്നു. ഇപ്പം നമ്മൾ കേട്ടതുപോലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു ഫുട്ബോൾ ഗെയിമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും കളികളിൽ ഏറ്റവും അടിപൊളി കളികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഈ ഓഡിയൻസും ഈ ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്നൊരു കളിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വൈബാണ്. അത്രയും വലിയൊരു ജനപങ്കാളിത്തം ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. നല്ല ഫാമിലി നല്ല പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കും നല്ല ഉഷാറായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. സൂപ്പർ. ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ ഉണ്ട്. പായസ മത്സരമുണ്ട്, ഗാനമേളുണ്ട്, മുട്ടിപ്പാട്ടുണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ചെറിയ കുട്ടികൾ ഒപ്പനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിനെ കണ്ട് ഇപ്രാവശ്യം അടിപൊളി പരിപാടിയാണ്. ബഹ്റൈനിൽ ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച ഒരു ടൂർണമെൻറ്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് മീഡിയ വണ്ണിൻ്റെയാണ്. ഇപ്പോൾ ജനപങ്കാളിത്തം കൊണ്ട് വളരെയധികം ശ്രദ്ധ ആകർഷിച്ച ടൂർണമെൻറ്റാണ്. പ്രത്യേകിച്ച് പ്രവാസികളെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട്, വാരാന്ത്യത്തിൽ എൻജോയ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ടൂർണമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് വരുന്നത്, പക്ഷേ ഈ എല്ലാ ടീംസും കൂടെ വരുമ്പം നല്ലൊരു അനുഭവമായിരിക്കും. സൂപ്പർ കപ്പ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒന്നും കൂടി ഗംഭീരമായിട്ടുണ്ട്. നല്ല ആവേശമുണ്ട്, ഒരുപാട് ജനങ്ങളുണ്ട് കളിയാണ്. ഞങ്ങൾക്ക് ഇത് വലിയൊരു ആവേശം തന്നെയാണ്. വളരെ നല്ല ക്രൗഡുണ്ട്. ഞാനും അരീക്കോട് നിന്ന് വരുന്ന ഒരാളാണ്. അതുകൊണ്ട് ഫുട്ബോളിൻ്റെ ഒരു ആവേശം തികച്ചും ഈ ബഹ്റൈനിലും ആസ്വദിക്കാൻ കഴിഞ്ഞു. ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വീകരിച്ച് ബഹ്റൈൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ. മനാമ റിഫയിലുള്ള ഉപപ്രധാനമന്ത്രിയുടെ കൊട്ടാരത്തിൽ ഉച്ചവിരുന്നൊരുക്കിയായിരുന്നു സ്വീകരണം. മുഖ്യമന്ത്രി പിണറായി വിജയന് ബഹ്റൈൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ കൊട്ടാരത്തിൽ മികച്ച സ്വീകരണമാണ് ലഭിച്ചത്. റിഫയിലുള്ള ഉപപ്രധാനമന്ത്രിയുടെ കൊട്ടാരത്തിൽ ഉച്ചവിരുന്നൊരുക്കിയായിരുന്നു സ്വീകരണം. ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ആദിൽ ഫക്രു, ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ്, കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്, നോർക്ക വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസുഫ് അലി, ലുലു ബഹ്റൈൻ ഡയറക്ടർ ജൂസർ രൂപവാല, അൽനമൽ ആൻഡ് VKL ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ വർഗീസ് കുര്യൻ, ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള എന്നിവരും സന്നിഹിതരായിരുന്നു. കേരളീയ സമാജത്തിൽ മലയാളം മിഷനും ലോക കേരള സഭയും സംയുക്തമായി സംഘടിപ്പിച്ച പ്രവാസി മലയാളി സംഗമം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി ഇന്നാണ് കേരളത്തിലേക്ക് മടങ്ങിയത്. സുരാജ് പള്ളിക്കര, മീഡിയ വൺ, ബഹ്റൈൻ. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ മലപ്പുറം FC കാലിക്കറ്റ് FC മത്സരം സമനിലയിൽ. ഇരു ടീമുകളും 3 ഗോൾ വീതം നേടി. കാലിക്കറ്റ് FCക്കായി ഇരട്ട ഗോളുകൾ നേടിയ മുഹമ്മദ് അജ്സലാണ് കളിയിലെ താരം. കനത്ത മഴയിലും 23,000-ഓളം കാണികളാണ് എത്തിയത്. പയ്യനാട്ട് മത്സരം ആസ്വദിക്കാൻ അത്ര തിരക്കായിരുന്നു. സൂപ്പർ ലീഗ് കേരളയിൽ ഒരുപക്ഷെ ഈ സീസണിൽ, കഴിഞ്ഞ സീസണും ഈ സീസണും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആവേശഭരിതമായ ഒരു മത്സരമാണ് ഇന്ന് പയ്യനാട് സ്റ്റേഡിയത്തിൽ കടന്നുപോയത്. ഇരു ടീമുകളും 3 ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. പക്ഷേ കനത്ത മഴയുണ്ടായിരുന്നു. ആ മഴയ്ക്കും ഇവിടുത്തെ ആവേശത്തെ കെടുത്താനായില്ല. മാത്രമല്ല ആവേശം ഇരട്ടിയാക്കുകയാണ് ചെയ്തത്. കനത്ത് പെയ്ത മഴ ഗ്രൗണ്ടിൽ ആകെ വെള്ളം തളം കെട്ടി നിന്നെങ്കിലും അതിനെല്ലാം അതിജീവിച്ചാണ് പ്ലെയേഴ്സിന്റെ ഒരു മികച്ച പ്രകടനം 2 ടീമിന്റെയും ഭാഗത്ത് നിന്ന് ഇന്ന് വന്നത്. ഏറ്റവും മികച്ച ഒരു മത്സരം തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. 2 ടീമുകളും വലിയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് കാലിക്കറ്റ് അവരുടെ ഫോർമേഷനിൽ ഒരു മാറ്റം വരുത്തി 4-4-2 എന്ന് പറയുന്ന രീതിയിലേക്ക് അവർ വന്നു. മുന്നിൽ അജ്സലിനെ കൊണ്ടുവന്നിട്ടും ഇടത് വിങ്ങിൽ ഡിഫൻസിലേക്ക് വരുമ്പോൾ പ്രതിരോധ നിരയിൽ സാലിമിനെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനവും ഇന്ന് കാലിക്കറ്റിന് പുതിയ ഊർജ്ജമാണ് നൽകിയത്. വലത് വിങ്ങിൽ അവിടെ
പ്രശാന്ത് ഇരുവിങ്ങുകളിലേക്കും പ്രശാന്ത് മാറുന്നുണ്ടായിരുന്നു. ഈ ഡിഫൻസിൽ നിന്ന് സാലിം പന്ത് കൊടുത്ത് മുന്നോട്ട് കയറി വരുന്നത് നമുക്ക് കാണാമായിരുന്നു. അജ്സൽ തുടക്കം തന്നെ മലപ്പുറത്തിന്റെ പല കുലുക്കുന്നത് നമ്മൾ കണ്ടു. ഒരു കോർണർ കിക്ക് അജ്സൽ അത് അടിക്കാൻ ശ്രമിക്കുന്നു, വീണ്ടും അത് നേരെ തിരിച്ച് അജ്സലിന്റെ കാലുകളിലേക്ക് തന്നെ വരുന്നു. വെട്ടിയുണ്ട കണക്കാൻ ഒരു പന്ത് അസർ കണ്ണി ചിമ്മി തുറക്കും മുൻപ് ആ പന്ത് പോസ്റ്റിലേക്ക് എത്തുന്നു. തൊട്ട് അധികം വൈകാതെ തന്നെ മലപ്പുറത്തിന്റെ തിരിച്ചടി, അവരുടെ ക്യാപ്റ്റൻ ഐറ്ററിന്റെ ഒരു ഹെഡർ, ഒരു മികച്ച ഹെഡർ ഗോളിലൂടെ ഒരു തിരിച്ചടി മലപ്പുറം നൽകുന്നു. അതിനുശേഷം കോഴിക്കോടിന്റെ ക്യാപ്റ്റൻ പ്രശാന്തിന്റെ ഗോളാണ് നമ്മൾ കണ്ടത്. സാലിം പന്തുമായി മുന്നേറി വന്ന് റിങ്കണ് കൊടുക്കുന്നു, റിങ്കൺ അത് സാലിമിന് കൊടുക്കുന്നു. സാലിം വീണ്ടും ഒരു ഇടത് കാലി കൊണ്ട് ഒരു ക്രോസ്, അത് നേരെ പ്രശാന്തിന്റെ തലയിൽ, പ്രശാന്ത് അത് ചെത്തി പോസ്റ്റിലേക്ക് ഇടുന്നു. 2-1 എത്തുന്നു. വീണ്ടും അജ്സൽ 3-4 താരങ്ങളെ വെട്ടിച്ച് അജ്സൽ നേടിയ ഒരു മനോഹരമായ ഗോൾ. 3-1 എന്ന നിലയിൽ കാലിക്കറ്റ് മുന്നോട്ട് പോകുമ്പോഴാണ് ഗനി അഹമ്മദ് നിഗത്തിന്റെ കാലിൽ നിന്ന് ഒരു പിഴവ് വരുന്നത്. ഗോളിയില്ലായിരുന്നു, ഓപ്പൺ പോസ്റ്റ് ആയിരുന്നു. ഗനി ഒന്ന് തൊട്ടാൽ അദ്ദേഹത്തിന്റെ കാലിൽ ഉരസി, പക്ഷെ അത് പോസ്റ്റിലേക്ക് പോയില്ല. നിരാശയുടെ പടുകുഴിയിൽ മലപ്പുറത്തിന്റെ ആരാധകർ നിൽക്കുമ്പോഴാണ് തിരിച്ച 2 ഗോളുകൾ. നിതിൻ മധുവിന്റെ ബുള്ളറ്റ് പോലുള്ള ഒരു ഷോട്ട്, ആ ഷോട്ട് ഹജ്മലിനെ കാഴ്ചക്കാരനാക്കി മാത്രം നിർത്തി വലയിലേക്ക് കയറിപ്പോയി. അതിനുശേഷം കളിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ റോയ് കൃഷ്ണ ഒപ്പം കെന്നഡി, ഈ 2 കോംബോ അവിടെ വന്നു. റോയ് കൃഷ്ണയെ ഫൗൾ ചെയ്തു, പെനാൽറ്റി ലഭിച്ചു. പെനാൽറ്റി റോയ് കൃഷ്ണയെ എടുക്കുന്നു. ഹജ്മൽ വലത്തോട്ട് ചാടി അത് തടുത്തിടുന്നു. അത് റീബൗണ്ട് വന്ന് അവിടെ കെന്നഡിയുടെ ഒരു ഉഗ്രൻ ഫിനിഷ്. 3-3. അതാണ് ഇന്നത്തെ കളി മൊത്തത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ പറയാനുള്ളത്. ആവേശഭരിതമായിരുന്നു. 3-3. ഇരു ടീമുകളും തോറ്റില്ല, പക്ഷേ ഹോം ഗ്രൗണ്ടിൽ ജയിക്കാനായില്ല മലപ്പുറത്തിന്. കോഴിക്കോടിനാണെങ്കിൽ ഇവിടെ വന്ന് മലപ്പുറത്തെ കീഴ്പ്പെടുത്താനുമായില്ല. അനുരൂപനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ABC Cargo and Courier, #1 in GCC. ഈ വീട്ടിൽ പശുത്തൊഴുത്ത് എവിടെയാ? ഇവിടെ തൊഴുത്ത് ഇവിടെയാണോ? ഇവിടെ ഇല്ല. അപ്പൊ തൊഴുത്ത് ഇവിടെയായിരിക്കും. പക്ഷെ ഇവിടെ തൊഴുത്തില്ലെന്നേ. ആഹാ, ശുദ്ധമായ പാലിന്ന് തൈരുണ്ടാക്കി, അതിന്ന് വെണ്ണയുണ്ടാക്കി, ഇത്രയും തരിതരിയായി നെയ്യ് വീട്ടിൽ തൊഴുത്തില്ലാതെങ്ങനെ? ഓ, അതിപ്പോ കാണിക്കാം. തരിതരിയായ GRB നെയ്യ് പ്യുവറാണ്, അത് ഷുവറാണ്. KP Chai, blending happiness. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. രുചികരമായ ഭക്ഷണം ഇനി നിമിഷങ്ങൾക്കുള്ളിൽ. അൽ റാഹി കറിപ്പൊടികൾ ചേർക്കൂ, പാചകം എളുപ്പമാക്കൂ. അൽ റാഹി, ടേസ്റ്റ് ഓഫ് ഡിലൈറ്റ്സ്. ചില സത്യങ്ങൾ മൂടിവെക്കപ്പെടുന്നു, ചില ശബ്ദങ്ങൾ നിശബ്ദമാക്കപ്പെടുന്നു. അനീതിയും അഴിമതിയും ഇരുൾ വീഴ്ത്തുമ്പോൾ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ നിലവിളികൾക്ക് കാതോർക്കാൻ ഒരു ജനതയുടെ കാവലാളായി 4 പതിറ്റാണ്ടായി നെഞ്ചുറപ്പുള്ള ഒരു നിലപാടും പാരമ്പര്യവും ഉണ്ടിവിടെ. സത്യവും നീതിയും നിലവിളിക്കുന്ന ഈ കാലത്ത് നിലയുറപ്പിക്കുക, നിലപാടുള്ള മാധ്യമത്തിനൊപ്പം. മിഡ് സ്റ്റോറിലേക്ക് വീണ്ടും മലയാളി സമാജം സൗദി ജുബൈൽ ഘടകം നോർക്ക സേവന ക്യാമ്പ് സംഘടിപ്പിച്ചു. നോർക്ക CEO അജിത് കൊലാശ്ശേരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നോർക്ക മാനേജർ ഫിറോസ് ബാബു നോർക്ക സേവനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു. നിരവധി പ്രവാസികൾ നോർക്ക ID, പ്രവാസി വെൽഫെയർ പെൻഷൻ പദ്ധതി എന്നിവയിൽ അംഗത്വം നേടി. ലോക കേരള സഭാംഗം നിസാർ ഇബ്രാഹിം, രാജേഷ് കായംകുളം, ഷിഹാബ് മാങ്ങാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ബൈജു അഞ്ചൽ, അഷ്റഫ് നിലമേൽ എന്നിവർ നേതൃത്വം നൽകി. അപൂർവ ശസ്ത്രക്രിയയിൽ കുവൈത്ത് ഡോക്ടർമാർക്ക് വീണ്ടും നേട്ടം. 40-കാരനായ രോഗിക്ക് തലച്ചോറിലെ ധമനികൾ ചുരുങ്ങി രക്തയോട്ടം കുറയുന്ന മൊയ എന്ന അപൂർവ രോഗമാണ് ബാധിച്ചിരുന്നത്. ശസ്ത്രക്രിയയിലൂടെ രോഗിയുടെ തലച്ചോറിന്റെ ഇരുവശങ്ങളിലേക്കുമുള്ള രക്തയോട്ടം പുനഃസ്ഥാപിക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞു.
ഇബ്നുൻ സീന ആശുപത്രിയിൽ ഡോക്ടർ ഫൈസൽ അൽബാദറിന്റെ നേതൃത്വത്തിലുള്ള ന്യൂറോ സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത്. സൗദിയിലും ബാച്ചിലർ റൂമുകൾ പല ദേശക്കാരുടെയും ഭാഷക്കാരുടെയും സംഗമ സ്ഥലമാണ്. പക്ഷേ കൂടെയുള്ളവർ ഒരേ മനസ്സോടെ പരസ്പരം ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ അത് മനോഹരമായിരിക്കും. റൂമിനകത്ത് കുറവുള്ള വിശാലത മനസ്സുകൊണ്ട് അവർ ഇല്ലാതാക്കും. റിയാദിലെ ഒരു ബാച്ചിലർ റൂമിന്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇത് റിയാദ് ബത്ഹക്കരികിലെ ഒരു ബാച്ചിലർ വില്ലയാണ്. വ്യത്യസ്തമായിരിക്കും ഓരോ ബാച്ചിലർ ഫ്ലാറ്റിലെയും കാഴ്ചകൾ, അനുഭവങ്ങൾ. ഇവിടെയുള്ളത് ഒരേ വൈബുള്ള, പരസ്പരം ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ്. സൗദിയിലെ അവധി ദിനമായ വെള്ളിയാഴ്ചയിലെ ഒരു സാധാരണ ദിനം. സാധാരണ വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിൽ നമ്മളിങ്ങനെ കുറച്ച് ഒരു വൈബാക്കലും പരിപാടികളൊക്കെ ഉണ്ട്. ചിലപ്പോൾ പിന്നെ ഫ്രണ്ട്സ് വരും. അപ്പോൾ ചിലപ്പോൾ ഒരു പാട്ടും പരിപാടികൾ, അതല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ചർച്ചകൾ, രാഷ്ട്രീയപരമായിട്ടുള്ള സംഗതികൾ ഒക്കെ ഇങ്ങനെ ചർച്ചയിൽ വരും. വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ഗേറ്റിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് തന്നെയാണ് കയറി പോരുക. ബാക്കി ഇവിടെ വന്നാൽ ചില്ലാണ്. പിന്നെ ചിലപ്പോൾ അടിയൊക്കെ ഉണ്ടാവും മെസ്സിൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പാത്രം കൈകാത്തിൻ്റെ പേരിൽ. പക്ഷെ അതൊക്കെ ആ ഒരു ഇത് തന്നെ പോവും. എന്നാലും കൂടിയിട്ട് പിന്നെ നമ്മളെ ആശ്വാസം എന്ന് പറയുന്നത് റൂം തന്നെയാണ്. ഓരോ ബാച്ചിലർ റൂമുകൾക്കും ഓരോ കഥകളാകും പറയാനുണ്ടാവുക. രാത്രി വൈകി ഉറക്കം, അല്ലെങ്കിൽ അതൊക്കെയാണ് കൂടുതലും. ഇപ്പോൾ ചിലപ്പോൾ ഈ ഗിർഗിർകാക്ക എന്നുള്ള സംഭവങ്ങളൊക്കെ ബാച്ചിലർ റൂമിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം രാത്രി ചിലപ്പോൾ 2 മണി 1 മണി, ചിലപ്പോൾ പുലർച്ചെ ആവോളം വരെയൊക്കെ. കാരണം എൻ്റെ ഒരു പാഷൻ ഡിസൈനിങ് ആണ്. അപ്പോൾ ആ ഒരു ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴൊക്കെ അങ്ങനെ അതൊരു ഇതാവുക, അല്ലെങ്കിൽ നല്ല വൈബ്, നമ്മൾ വൈബുള്ള മനുഷ്യന്മാരെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് റൂംമേറ്റ്സും. കൂടെയുള്ളവർ സെറ്റാണെങ്കിൽ പ്രയാസങ്ങളും പ്രഷറുമെല്ലാം ആവാഹിച്ച് കളയാനാകും. അതായത് ഈ ബാച്ചിലർ റൂമിൽ നിൽക്കുമ്പോഴുള്ള ഒരു സുഖം എന്താ വെച്ചാൽ, നമ്മൾ പുറത്തുനിന്ന് എന്ത് പ്രശ്നങ്ങളും ആയിട്ട് വരുമ്പോൾ ബാച്ചിലർ റൂമിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആൾക്കാരെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഒരുപാട് പ്രഷർ നമുക്ക് കുറയും. വീട്ടിൽ പ്രശ്നങ്ങൾ അങ്ങനത്തെ ഉണ്ടാകുമ്പോൾ നമ്മൾ റൂമിൽ വരുമ്പം തന്നെ നമുക്കൊരുപാട് സന്തോഷങ്ങൾ കാണും സംസാരിക്കുമ്പോൾ. പിന്നെ പരസ്പര പ്രശ്നങ്ങളൊക്കെ ആട്ടും ഇങ്ങോട്ട് പരസ്പരം സംസാരിച്ച് തീർക്കൽ ബാച്ചിലർ റൂമിലേ സാധിക്കുള്ളൂ. പല ദേശക്കാരും പ്രായക്കാരും ഒരുമിച്ചാകും ബാച്ചിലർ റൂമുകൾ. പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ അത് മതിയാകും. എന്തെങ്കിലും ഒരു പ്രഷർ, വർക്ക് പ്രഷറോ എന്തെങ്കിലും വീട്ടിൽ പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂളായിട്ട് ഡിസ്കസ് ചെയ്യാം. അതിനൊരു സൊല്യൂഷൻ എവിടെന്നെങ്കിലൊക്കെ കിട്ടും. ഇങ്ങനെ ഏജ് ഗ്യാപ്പില്ല, എല്ലാവരും കൂളാണ്. അപ്പോൾ ആ ഒരു വൈബിൽ ഇങ്ങനെ പോകും. അതുകൊണ്ട് ഇങ്ങനെ ബാച്ചിലർ ലൈഫ് അങ്ങനെ ഒരു ബോറായിട്ട് തോന്നലില്ല. ബന്ധവും ഇഷ്ടങ്ങളുമെല്ലാം വിട്ടെറിഞ്ഞാണ് ഓരോ പ്രവാസിയും ഗൾഫിലേക്ക് വെച്ചുപിടിക്കുന്നത്. അവിടെ എത്തുന്ന അവർക്ക് കൂടെയുള്ള ഇതുപോലെ നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ അത് മനോഹരമാക്കി മാറ്റാം. റിയാദിൽ നിന്നും അഫ്താബ് റഹ്മാൻ, മീഡിയ 1. ഖത്തർ ആസ്ഥാനമായ നസീം ഹെൽത്ത് കെയറിന് എക്കണോമിക് ടൈംസ് ഹെൽത്ത് കെയർ മിഡിൽ ഈസ്റ്റ് പുരസ്കാരം. ഇന്റഗ്രേറ്റഡ് ക്ലിനിക് നെറ്റ്വർക്ക് ഓഫ് ദി ഇയർ പുരസ്കാരമാണ് സ്ഥാപനത്തിന് ലഭിച്ചിരിക്കുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുഹമ്മദ് മിയാൻദാദ് VPക്ക് ട്രാൻസ്ഫോർമേഷണൽ CEO ഓഫ് ദി ഇയർ അവാർഡും ലഭിച്ചു.
ഉപഭോക്താക്കൾക്കും നിക്ഷേപകർക്കും ഇടയിലെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതാണ് 33 ഹോൾഡിംഗ്സ് ഗ്രൂപ്പിന് കീഴിലുള്ള നസീം ഹെൽത്ത് കെയറിന്റെ പുരസ്കാര നേട്ടമെന്ന് സംരംഭകർ പറഞ്ഞു. ഇനി മറ്റ് ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. വേൾഡ് മലയാളി കൗൺസിൽ സൗദി അൽഖബാർ ഘടകത്തിന് പുതിയ ഭാരവാഹികൾ. ഷമീം കാട്ടാക്കട പ്രസിഡന്റ്, അഷ്റഫ് ആലുവ ജനറൽ സെക്രട്ടറി. പൊതുഫണ്ട് ദുരുപയോഗം ചെയ്തെന്ന് സംശയിക്കുന്ന വാർത്താവിനിമയ മന്ത്രാലയത്തിലെ മുൻ സൂപ്പർവൈസർമാരെയും ഉദ്യോഗസ്ഥരെയും പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് റഫർ ചെയ്തു. അഴിമതി പുറത്തുകൊണ്ടുവന്ന ബ്ലോവർമാർക്ക് പ്രശംസ. മുച്ചി ദോഹയിൽ പുതിയ ഷോറൂം തുറന്നു. അൽസദിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. ഷോറൂം 24 മണിക്കൂറും പ്രവർത്തിക്കും. ഖത്തറിൽ ജാച്ചി ആൻഡ് മുച്ചിയുടെ 5ാമത്തെ ഷോറൂമാണ് അൽസദിലേത്. സ്പോൺസർ അബ്ദുള്ള സുലൈത്തി ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ഗ്ലാസ്, കോണ്ടാക്ട് ലെൻസ്, സ്ക്രീൻ ഗ്ലാസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത്. ചുരുങ്ങിയ കാലം കൊണ്ട് ഉപഭോക്താക്കൾക്കിടയിൽ സ്വീകാര്യത നേടാൻ തങ്ങൾക്കായിട്ടുണ്ടെന്ന് സംരംഭകർ പറഞ്ഞു. നമുക്കിപ്പോൾ ഏകദേശം 25K+ കസ്റ്റമേഴ്സ് ഉണ്ട് ഇവിടെ. ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ അവരൊക്കെ 3 വർഷമൊക്കെ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. നല്ല റിവ്യൂ ആണ് പറയുന്നത്. അവരവരെ സുഹൃത്തുക്കൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 60% നമ്മുടെ ഐറ്റംസും നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ആണ്. അതിന് നമ്മൾ 2 ഇയറൊക്കെ ഏകദേശം നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ചില ഐറ്റംസ് 3-4 വർഷങ്ങൾ ആൾക്കാർ ഉപയോഗിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അത് തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയിലും ദുബൈയിലും ഷോറൂമുകൾ തുറക്കാൻ ഗ്രൂപ്പിന് പദ്ധതിയുണ്ടെന്ന് സംരംഭകർ അറിയിച്ചു. COO ജെന്നിഫർ, ഓപ്പറേഷൻ മാനേജർമാരായ മുഹമ്മദ്, ജെൻറി, ഒപ്റ്റോമെട്രി വിഭാഗം മേധാവി അൽസിന സുനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 ദോഹ.